അപ്പോൾ ഈ പ്രാർത്ഥനാ വരത്തിലേക്ക് നമ്മളെ നമ്മളെ പതുക്കെ വിളിച്ചുകൊണ്ട് പോകുന്നതിന് പകരമാണ് ദൈവം മിണ്ടാണ്ടിരിക്കും, ദൈവം ആക്ഷേപിക്കും, പല കലാപരിപാടിയുണ്ട് എൻ്റെ അടുത്ത്. മനസ്സിലായ? ആ കാര്യം സംഭവിക്കുന്നത് എന്താണ്? അവളുടെ പ്രാർത്ഥനയ്ക്ക് ആദ്യം മിണ്ടാതിരുന്ന്, രണ്ടാമത്തെ എന്താണ്? അപ്പോസ്തലന്മാർ മധ്യസ്ഥം കൊണ്ടുവന്ന് അത് ഈശോ എടുത്ത് ചവറ്റുകൊണ്ടേ കളഞ്ഞ്. മധ്യസ്ഥ പ്രാർത്ഥന മണ്ണാങ്കട്ട പോളാന്നും പറഞ്ഞ് ഓടിച്ചു തേവനാ ഇല്ലേ? അത് കഴിഞ്ഞപ്പോൾ അവൾ തന്നെ നേരിട്ട് വന്ന് കർത്താവ് സഹായിക്കണം. അപ്പോൾ അവളുടെ മുഖത്തൊക്കെ പറഞ്ഞ് മക്കളുടെ അപ്പം എടുത്ത് പട്ടികൾക്ക് കൊടുക്കുക, വിഹിതമില്ല പട്ടിയെന്നും വിളിച്ച്. 3-ാം സെക്ഷനിൽ അവൾ പട്ടിയെന്ന് ബ്രാൻഡഡായിരിക്കുകയാണ്. പ്രാർത്ഥന പുരോഗമിക്കും തോറും അപമാനത്തിൽ ബ്രാൻഡഡായിരിക്കുകയാണ്. ആ ബ്രാൻഡിങ് കിട്ടിക്കഴിഞ്ഞാൽ, അപമാനം കിട്ടിക്കഴിഞ്ഞാൽ അതിനെ അതിജീവിച്ചുകൊണ്ട് അവൾ ആഘോഷിക്കുന്നുണ്ട്. എന്താണ്? വിശ്വാസം. കർത്താവേ അത് ശരിയാണ്. എന്താണ് അത് ശരിയാണെന്ന് പറയണത്? അതായത് ഞാൻ പട്ടിയാണ്, പക്ഷേ ഒരു കാര്യം ഈശോ മനസ്സിലാക്കണം. എന്താണ്? പട്ടികൾ പോലും യജമാനന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപമാനിക്കപ്പെട്ടാലും അവൾ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. പറഞ്ഞ മനസ്സിലായില്ലേ? ഈ അപമാനിക്കപ്പെട്ടാലും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. അത് വിശ്വസിക്കുമ്പോഴാണ് ഓ വുമൺ യുവർ ഫെയ്ത്ത് ഈസ് ഗ്രേറ്റ് എന്ന് പറയണത്. എന്താണ്? നിൻ്റെ വിശ്വാസം വലുതാണ്. ഈ വലിയ വിശ്വാസമുണ്ട്, ചെറിയ വിശ്വാസമുണ്ട്. ഈ അതിജീവിച്ച വിശ്വാസത്തെയാണ് വലിയ വിശ്വാസം എന്ന് പറയുന്നത്. അതാണ് വിശ്വാസവരം. അതുപോലെ തന്നെ ചെറിയ പ്രാർത്ഥനയുണ്ട്, വലിയ പ്രാർത്ഥനയുണ്ട്. അപമാനങ്ങളെ അതിജീവിച്ച പ്രാർത്ഥനയാണ് പ്രാർത്ഥനാ വരമെന്ന് പറയണത്. ദൈവം ഉദ്ദേശിക്കുന്നത് ഈ ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോഴും ഇതുപോലെയുള്ള വളർച്ച ഉണ്ടാകും. അതിന് ഇഷ്യൂസ് ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരും ദൈവം. നമ്മളറിയണം. നിങ്ങളെല്ലാം ഇങ്ങനൊരു അടുപ്പിൽ പറ്റിയിരിക്കുക. നിങ്ങൾ വിചാരിച്ചിരിക്കണത് ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ എല്ലാം ഓക്കെ ആവുന്നില്ലേ? ആദ്യത്തെ സെഷനിലെല്ലാം ഓക്കെ ആകും, ഒരു സംശയമില്ല. ആൾക്കാർ ഇടിപെട്ട് സാക്ഷ്യവും പറയും. പക്ഷേ നിങ്ങൾ വിചാരിക്കരുത് എന്നും കൊന്നും സാക്ഷ്യവും പറഞ്ഞുകൊണ്ടിരിക്കാമെന്ന് വിചാരിക്കരുത്. കാര്യം കർത്താവ് അതിനേക്കാൾ അടുത്ത സ്റ്റെപ്പിലേക്ക് നിങ്ങളെ കൊണ്ടുപോകും, വിശ്വാസവരത്തിലേക്കും പ്രാർത്ഥനാവരത്തിലേക്കും. അപ്പം നിങ്ങളെ വളർത്തുകയാണ് ദൈവത്തിൻ്റെ ഉദ്ദേശം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഒരു അറ്റവും അറുതിയും ഇല്ലാത്ത ഒരു അവസ്ഥയാണ്. ഇപ്പം 5:48 വായിച്ചേ, മത്തായിയുടെ സുവിശേഷം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. മത്തായി 5:48. അതുകൊണ്ട് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ. വല്ലതും നടക്കും. ഇതാണ് മനസ്സിലിരിപ്പ്. പിന്നെ എങ്ങനെയാണ് പട്ടി പോണാന്നൊക്കെ വിളിക്കാതിരിക്കുന്നത്? ആളിനൊന്നും മുതലാകത്തില്ല. ക്രിസ്തുവിൻ്റെ അടുത്ത് വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഇതൊന്നും മുതലാകാത്തൊരു മുതലാളിയാണെന്ന്. കൃപയുടെ വലിയ ഭണ്ഡാരമാണ്. കാര്യം ക്രിസ്തുവിന് സംഭവിച്ചിരിക്കുന്നത് നമ്മളെ സാധാരണ കണ്ടെത്തുന്ന ഒരു പോപ്പുലർ ദൈവമല്ല. അതായത് സത്യദൈവം നല്ല ശരിക്കും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ അകത്ത്. ഇപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മളും ചെയ്യാനാണ് പറയണത്. നിങ്ങൾക്കറിയാം, ഇതിൻ്റെ സത്യസന്ധത വേണ്ടേ, ആത്മാർത്ഥത വേണ്ടേ? നിങ്ങൾ 24:14 വായിച്ച്, 14 ജോഷുവയുടെ പുസ്തകം 24:14. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, യേശുവേ ആരാധന, ആരാധന. ജോഷുവ 24:14. ജോഷുവ 24:14. ആകയാൽ കർത്താവിനെ ഭയപ്പെടുകയും ആത്മാർത്ഥതയോടും വിശ്വസ്തയോടും കൂടെ അവിടുത്തെ സേവിക്കുകയും ചെയ്യുവിൻ. ഉടമ്പടി എടുത്തില്ലെന്നല്ല പ്രശ്നം. ഉടമ്പടി ഞാൻ എടുത്തതാണ്, പുതുക്കിയതല്ലെന്നല്ല പ്രശ്നം. പ്രശ്നം എന്താണ്? നീ ഉടമ്പടി 4 പുതുക്കിയാലും 5 പുതുക്കിയാലും ആത്മാർത്ഥതയുണ്ടോ എന്നാ പ്രശ്നം. ദൈവത്തിൻ്റെ അടുത്ത് കളിക്കാൻ വരുമ്പോൾ സൂക്ഷിച്ച് കളിച്ചില്ലെങ്കിൽ തല പോയത് തന്നെയാണ്, അഭ്യാസം നടക്കത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഉടമ്പടിയുടെ ബേസിക് എന്താണ്? പെർസ്വറിങ് ഫെയ്ത്താണ്, അതിജീവിത വിശ്വാസമാണ്. ദാറ്റ് ഈസ് ഫിഡലിറ്റി. അതാണ് വിശ്വസ്തത എന്ന് പറയണത്. എന്തെല്ലാം ഇവിടെ ദൈവം വചനത്തെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ മക്കളെ, ദൈവവുമായിട്ട് ഇടപാടുകൾ പെട്ടെന്ന് ഇത് ക്രാക്കാവും. പക്ഷേ എന്ത് സംഭവം? ഈ വിഷയം ഇങ്ങനെ കൈകാര്യം ചെയ്യണം. എന്താണ്? നിങ്ങളെപ്പോഴും ഇത് ആത്മാർത്ഥമാണോ, സത്യസന്ധമാണോ, വിശ്വസ്തതയാണോ എന്ന് നമ്മളെ ഇങ്ങനെ റീകാൾട്ട് ചെയ്ത് നോക്കണം. ഒന്ന് ഉടമ്പടിയേ, നിങ്ങളെടുത്തിരിക്കുന്ന ഉടമ്പടിയില്ലേ,
അത് സത്യസന്ധമാണോ, ആത്മാർത്ഥമാണോ? ഈ സത്യസന്ധമല്ല, ആത്മാർത്ഥമല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ പുതുക്കി കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ പറഞ്ഞു, ഒരു സിൽവർ ഗ്രേ ചേട്ടത്തിനെ കണ്ട കാര്യം അച്ഛൻ പറഞ്ഞു. എനിക്കും ചിരി വന്നായിരുന്നു. ചേച്ചി അത് വെച്ച് ബാർഗെയിൻ ചെയ്യാൻ, ഞാൻ സിൽവർ ഗ്രേ ആണെന്ന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ സിൽവർ ഗ്രേയിലേക്ക് 5ാമത്തെ പുതുക്കാണ്. അപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞാണ്, എന്താ പറഞ്ഞത്, ഇവർക്ക് സിൽവർ ഗ്രേയുടെ ഒരു മുഖഭാവമൊന്നും ഇല്ലെന്ന്. സാധാരണ ഒന്ന് പുതുക്കിയ പോലെ ഇരിക്കണമെന്ന്, ഒന്ന് പുതുക്കിയത് പോലെ. സാറേ സിൽവർ ഗ്രേയിലേക്ക് വരുമ്പോൾ ശരിക്കും ഒരു ദൈവകൃപ തേജസ് ചിന്തി എല്ലാത്തിനെയും അതിജീവിച്ച് പ്രാർത്ഥനാപരം കിട്ടി, വിശ്വാസപരം കിട്ടി, അതിജീവിതമായിട്ടല്ലേ വരണത്. ശരിക്കും അതിജീവിതം എന്ന് പറയുന്നത് അഭിഷിക്തയാണ്. ശരിക്കും പറഞ്ഞാൽ ആന്തരിക അഭിഷേകം ബാധിച്ച സ്ത്രീയാണ്. പിന്നെ അവർക്ക് ആവശ്യം പോലും ഉണ്ടാകത്തില്ല. അന്നാളുകളിൽ നിങ്ങൾ എന്നോട് ഒന്നും ചോദിക്കത്തില്ലെന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട്. ചോദ്യമൊക്കെ നിർത്തുമെന്ന്. അപ്പം സിൽവർ ഗ്രേയിൽ വരുമ്പോൾ 16:23 വർക്കൗട്ട് ചെയ്യേണ്ടതാണ്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. 16:23 യോഹന്നാന്റെ സുവിശേഷം ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യോഹന്നാൻ 16:23 അന്ന് നിങ്ങൾ എന്നോട് ഒന്നും ചോദിക്കുകയില്ല. അങ്ങനെ പരിപാടിയുണ്ട്, കേട്ടല്ലേ എന്ന് പറഞ്ഞ്, അന്ന് നിങ്ങൾ എന്നോട് ഒന്നും ചോദിക്കത്തില്ല. 5 പുതുക്കി സിൽവർ ഗ്രേ വന്നു കഴിഞ്ഞാൽ അഭിഷേകം കിട്ടും. പിന്നെ എന്താ കാര്യം, ഈ എന്ത് വിഷയത്തിനും കർത്താവിൻ്റെ കയ്യിൽ തീരുമാനം ഉണ്ടാകും. എനിക്കതിൻ്റെ അകത്ത് ഉത്കണ്ഠ ഉണ്ടാകത്തില്ല. ഇപ്പം 5 പുതുക്കി കഴിഞ്ഞപ്പോൾ ഇപ്പോഴേക്ക് പണ്ട് ഒരു ആവശ്യം ഉണ്ടാവില്ല, ഇപ്പം 50 ആവശ്യം കൊണ്ടാണ് ഞാൻ കിടത്ത് വന്നിരിക്കണേ. തറ്റി മീൻസ് അഭിഷേകം കിട്ടിയിട്ടില്ല. തറ്റി എവിടെയാണ് മിസ്റ്റേക്ക് സംഭവിച്ചത്? അവർ ഉടമ്പടി ജീവിച്ചിട്ടില്ല. ഈ ദിവസങ്ങളിൽ അടിപൊളി ഒരു സാക്ഷ്യം ഉണ്ടായിരുന്നു. ജാൻസി ജോണി, എറണാകുളത്ത് കരുതിയാന്ന്. ജാൻസി ജോണിയുടെ നിങ്ങൾ യൂട്യൂബ് കിടപ്പുണ്ട് ആ സാക്ഷ്യം. ഞാൻ ഇവിടെ ഇല്ലായിരുന്നു, ഇവർ വന്നപ്പോൾ നോട്ട് ചെയ്ത് തന്നതാണ് എനിക്ക്. ആ സാക്ഷ്യം കേട്ടപ്പോൾ എനിക്ക് തോന്നി സൂപ്പർ സാക്ഷ്യമാണ്. ജാൻസി ജോണി എന്താ അവിടെ വിഷയം? അവരുടമ്പടി ഇപ്പോൾ പുതുക്കി ഒന്ന് സാക്ഷ്യം പറഞ്ഞതാണ് നേരത്തെ. അപ്പോൾ ദൈവം സഞ്ചരിക്കുന്ന ആത്മാവിലൂടെ ദൈവസഞ്ചാരത്തിൻ്റെ വഴികളുള്ള ആളാണ്. അതുകൊണ്ട് നേരത്തെ ഒന്ന് സാക്ഷ്യം പറഞ്ഞു, ഇപ്പോൾ വേറെ ഒരു സാക്ഷ്യം പറയാൻ വന്നിരിക്കുക. അവരുടെ ഉടമ്പടി എങ്ങനെയാണെന്ന് അവർ ഫയറാക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജാൻസി ജോണി ഭയങ്കര കാരുണ്യപ്രവൃത്തി അല്ല. നിങ്ങളെ കുറേ പേരെ പോലെ പ്രത്യക്ഷിക പ്രാർത്ഥന മാത്രം ചൊല്ലി വീട്ടിയിരിക്കുകയല്ല. ഞാൻ കോരി കണ്ട പോലെ പ്രത്യക്ഷ പ്രാർത്ഥന വരെ ചെല്ലണമെങ്കിൽ അല്ല പട്ടിയും കടിക്കേണ്ടി വരും, പോരെ. അങ്ങനെയുള്ള അയോഭാവിയല്ല ശരിക്കും പറഞ്ഞാൽ. അവർ ഉടമ്പടി എടുത്തിരിക്കുന്നത് അതിലൂടെ കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുകയാണ്. രോഗികൾക്ക് ഭക്ഷണം കൊടുക്കുക. അവർ ഭക്ഷണം കൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ ഭക്ഷണവും പാകം ചെയ്ത് രോഗികളെ ആശുപത്രിയിൽ പോയി കാണുമ്പോൾ അവർ പറയണത്, ഞാൻ ഭക്ഷണം ഉണ്ടാക്കി കറിയും ഉണ്ടാക്കി വളരെ പൊതിഞ്ഞ് ഞാൻ കൊണ്ട് രോഗികൾക്ക് കൊടുക്കുകയല്ല ചെയ്യണത്. ഞാൻ അതിൻ്റെ അകത്ത് ഉടമ്പടി തൈലം ഒഴിക്കും, എന്നിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ ഭക്ഷണം ആസ്വദിക്കും. എന്നിട്ട് ഞാൻ കർത്താവിനോട് പറയും, കർത്താവേ ഇത് കഴിക്കുന്ന വ്യക്തിക്ക് നിത്യജീവൻ കിട്ടണം. പ്രൈസ് ദി ലോർഡ്. ആൾക്കാർ ഉടമ്പടി ആഘോഷിക്കണ്ടല്ലേ. അല്ലാതെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് കാരുണ്യ പ്രവൃത്തി എന്താ ചോറ് കുഴപ്പമില്ല, പിള്ളേർക്ക് ചോറ് കിട്ടുമ്പോൾ ഒരു ചോറ് ഇവിടെ നമുക്ക് എന്ത് ചെയ്താൽ നമുക്ക് പൈസ പിള്ളേർക്കായാലും നമ്മൾ ചോറ് കെട്ടണില്ല, അതിനകത്തൊരു പൊതി കെട്ടണം, അതല്ലേ പ്രശ്നമുള്ളൂ എന്നാന്ന് പറഞ്ഞിട്ടും പോവും. അതല്ല സംഭവം. ഉടമ്പടിയുടെ പ്രേക്ഷിത പ്രവർത്തനം അതല്ല. ഉടമ്പടിയുടെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയണത് ഞാൻ രോഗിയായിരുന്നു, അതാണ് പ്രശ്നം. അല്ല ചുറ്റും നടന്ന ആൾക്കാർക്ക് ചോറും പൊതിയും കൊടുത്തിട്ട് പഴയ സാരിയും വിതരണം ചെയ്തിട്ട് ഞാൻ എന്തോ ആനക്കാരം ചെയ്തെന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ കണ്ണി പൊടിയിടുന്ന അഭ്യാസമല്ലത്. ഇവിടുത്തെ ഉടമ്പടിയുടെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എന്താണ്? കർത്താവ് പറഞ്ഞിട്ടുണ്ട്, എന്തിൽ നിന്നാണ് അത് വന്നിരിക്കുന്നത്? ഞാൻ രോഗിയായിരുന്നു, എനിക്ക് വിശന്നു, നിങ്ങളെനിക്ക് ഭക്ഷണം തന്നു. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. അപ്പോൾ ജാൻസി ജോണി പറഞ്ഞത് എന്താണെന്നറിയാവോ? ഞാൻ ഈ രോഗിയെ പോയി കാണുന്നുണ്ട്. ആരായിട്ടാണ് ഞാൻ കാണുന്നത്? കർത്താവായിട്ടാണ് കാണുന്നത്. അല്ല ധർമ്മക്കാരനാണ്, അതുപോലെ തന്നെ രോഗിയാണ്, അല്ലെങ്കിൽ ആകാശപ്പറവയെന്നും പറഞ്ഞല്ല കാണുന്നത്. ഇങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ പേരിട്ടിരിക്കണത് ആകാശപ്പറവയെന്നാണല്ലോ പേരിട്ടിരിക്കണത്. അത് എന്തൊരു ഇടിവെട്ട് പേരാണെന്ന് ദൈവത്തിനറിയാം. ആകാശപ്പറവെന്ന് പറഞ്ഞ സംഭവം ഇല്ല.
കർത്താവ് പറഞ്ഞത് ഞാൻ ആകാശപ്പറവ എന്നല്ല പറഞ്ഞത്. ആകാശത്തിന് താഴെ കൂടുമില്ല, താഴെ മരവുമില്ല, മുകളിൽ ആകാശമില്ല, പറന്നടക്കണ നിരാലംബരായ മനുഷ്യർ, അങ്ങനൊരു സംഭവം ഇല്ല. കർത്താവ് പറഞ്ഞത് ഞാൻ ഉടമ്പടി നമ്മൾ അഭിസംബോധന ചെയ്യണത് ആകാശപ്പറവകളല്ല. മനുഷ്യനെ പിന്നെ ചുമ്മാ അവൻ ജീവിക്കാൻ നിവർത്തിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവൻ ആകാശപ്പറവ എന്ന് പറഞ്ഞ് ബ്രാൻഡ് ചെയ്യേണ്ട കാര്യമില്ല. കർത്താവ് എന്താ പറഞ്ഞിരിക്കണത്? ഞാൻ രോഗിയായിരുന്നു. അതാണ് സംഭവം. കണ്ടില്ലേ? ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. മത്തായി 25:36. അതാണ് സംഭവം. മത്തായി 25:35 വായിച്ചോളൂ. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. ഞാൻ നഗ്നനായിരുന്നു. അപ്പം നമുക്ക് വസ്ത്രമില്ലാത്ത ഒരാളെ കണ്ടാൽ, വസ്ത്രം കുറഞ്ഞ ആളെ കണ്ടാൽ അവരാരായിട്ട് കാണണം? ഈശോയായിട്ട് കാണണം. അതാണ് സംഭവം. പിന്നെന്താണ്? ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. ആശുപത്രി നമ്മൾ പോണത് ആരെ കാണാനാണ്? ഈശോനെ കാണാനാണ് പോണത്. ഈശോയെ കാണാൻ ആരാണ്? ആശുപത്രി നമ്മൾ എന്തിനാ പോണത്? ഈശോനെ കാണാനാണ് പോണത്. ആ വ്യക്തിയിൽ ഈശോനെ കാണണം. ഇപ്പം ജാൻസി ജോയി അങ്ങനെ ഒരു ബ്രാൻഡഡാണ് ആള്. ഇപ്പം ഞാൻ എല്ലാവരിലും ഈശോയെ കാണും. എന്നിട്ട് ഞാൻ അങ്ങനെ ഈശോനെ ശുശ്രൂഷിക്കുന്ന പോലെയാണ് ഞാൻ അവിടുത്തെ ഇരുന്ന് ഭക്ഷണം തീരണവരെ കാത്തിരിക്കണത്. അപ്പോൾ അവരെ പ്രാർത്ഥിച്ച് സ്നേഹത്തോടെ അവർ ചെയ്യണ കാരുണ്യ പ്രവൃത്തി ഒരു ഫങ്ഷനല്ല, ഒരു മിഷനാണ്. പറഞ്ഞ മനസ്സിലായില്ലേ? നമുക്ക് വേണമെങ്കിൽ ഇത് ഇപ്പോൾ ഇവിടെ കുറച്ച് നാളും മുമ്പ് ഇവിടെ ഒരു കാരുണ്യ പ്രവൃത്തിക്കാരിറങ്ങിയായിരുന്നു. ഇവിടെ ഇവിടുത്തെ നമ്മുടെ ഇവൻ്റെ ആംബുലൻസിൻ്റെ ഡ്രൈവർ, അയാളും കുറേ ചേടത്തിമാരും കൂടി ഇവിടുന്ന് നിങ്ങൾ കൊണ്ടുവന്ന ഉടുപ്പെല്ലാം കൂടി തുമ്പോളിലെ ഓമനപ്പുഴ എവിടെയോ കൊണ്ടുപോയി കൊടുത്ത് ചുമ്മാ ഉടുപ്പ് കാണിച്ചതേ ഉള്ളൂ. ഇവരുടെ ഉടുപ്പ് വരെ ആൾക്കാർ പറിച്ചുകൊണ്ട് പോയി. എന്നിട്ട് ഞാൻ നോക്കിയപ്പോൾ പുള്ളിക്കാരൻ പ്ലാസ്റ്ററൊക്കെ ഇട്ട് വന്നിരിക്കുകയാണ് ആൾക്കാർ കൈകാര്യം ചെയ്തിട്ട്. ഇതാണ് അവസ്ഥ. ഇത് കാരുണ്യ പ്രവൃത്തിയാണ്? അല്ല. ഇപ്പം നമ്മൾ എന്താ ചെയ്തിരിക്കണമെന്ന് അറിയാമോ? നമ്മൾ അതിനൊരു ബിൽഡിങ് ചെയ്തിരിക്കുക ഇവിടെ. എന്നിട്ട് നിങ്ങൾ തന്നെ വന്നിട്ട് കർത്താവിനെ കണ്ടെത്തണം സമൂഹത്തിൽ നിന്ന്. എന്നിട്ട് നിങ്ങൾ ഇവിടുന്ന് നിങ്ങളുടെ ഉടമ്പടി പേപ്പറിൻ്റെ സ്റ്റാറ്റസ് കാണിച്ചിട്ട് നിങ്ങൾ കൊണ്ടുവന്ന ഉടുപ്പുകൾ നിങ്ങൾ തന്നെ, ഇപ്പോൾ കുറേ ആൾക്കാർ കുറേ ആയിരക്കണക്കിന് ഉടുപ്പ് ഇവിടെ ഇരിപ്പുണ്ട്. നിങ്ങൾ ആ സ്റ്റാറ്റസ് കാണിച്ച് ഉടമ്പടിയുടെ പ്രേക്ഷിത പ്രവർത്തനം അല്ല, വരെ വന്നവർക്ക് പൊട്ടൽ കൊടുക്കത്തില്ല. ഇത് പ്രേക്ഷിത പ്രവർത്തനമാണിത്. അപ്പോൾ പ്രേക്ഷിത ചൈതന്യമുള്ള ആൾക്കാർ വന്ന് പറയണം ഞങ്ങൾക്ക് നല്ല ഉടുപ്പ് തരണം. ഒരു 3-4 ഉടുപ്പ് തന്നാൽ ഞങ്ങളെ വേണ്ടി പ്രാർത്ഥിച്ച് കൊണ്ടുപോയി ആശുപത്രി കൊടുത്തോളാം. മനസ്സിലായില്ലേ? നിങ്ങളുടെ കൊടുക്കാൻ ഇല്ലയെന്നുണ്ടെങ്കിൽ ഇവിടെ ഉണ്ട്, വന്ന് വാങ്ങിച്ചുകൊണ്ട് പോയാൽ മതി. പക്ഷെ കൊടുക്കുമ്പോൾ ഒരു പ്രശ്നം എന്താ ഉള്ളത്? ഞാൻ നഗ്നനായിരുന്നു. മനസ്സിലായ? അതാണ് വിഷയം. ഞാൻ ജാൻസി ജോയി അങ്ങനെ ചെയ്യണത്. ഞാൻ ഈശോനെ കാണും. ഭക്ഷണം കൊടുക്കുമ്പോൾ തന്നെയും ആ വ്യക്തിയുടെ ആത്മാവിനെ കാണും, ശരീരത്തല്ല കാണുന്നത്. വിശന്ന വയറിനേക്കാൾ ഉപരി വിശന്ന ആത്മാവിനെ കണ്ടിട്ട് അവൾ ഉടമ്പടി തൈലം ഒഴിച്ചിട്ട് ഒരു കുരിശിടും. എന്നിട്ട് പ്രാർത്ഥിക്കും. വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കും, കർത്താവേ ഈ ഭക്ഷണം കഴിക്കുന്ന ആൾ അങ്ങേ കണ്ടെത്തി ജീവിക്കാൻ ഇടയാക്കണമേ. കണ്ട പ്രേക്ഷിത പ്രവർത്തനം. ഇതാണ് ഉടമ്പടി പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയണത്. അപ്പം ഇങ്ങനെ ചെയ്തു വന്നപ്പോൾ ഒരു ദിവസം അവർ ചെന്നപ്പോൾ ഒരു രോഗി ഇരിക്കണം. അയാൾക്കാണെങ്കിൽ ഈ അന്നനാളം മുതൽ വയറ് വരെ ഇങ്ങനെ വ്രണം വെച്ച് ഈച്ചയും പിടിച്ചിരിക്കുക. അന്നനാളം വരെ പ്രാകൃതമായ അവസ്ഥയിലിരിക്കുക വഴിവെക്കിൽ. ഇപ്പോൾ ഒക്കെ സങ്കടമായി. ഇപ്പോൾ ഇവർക്ക് തോന്നി തൽക്കാലം കുറച്ച് ഭക്ഷണം കൊടുത്തിട്ട് പോന്നിട്ട് പിറ്റേ ദിവസം അവർ വിചാരിച്ചത് എന്താണെന്നറിയാവോ? എന്താണ് വിചാരിച്ചത്? ഈ അന്നനാളം പോലെ കുറേ പഴക്കം ചെന്ന വ്രണമാണ്, മണമുണ്ട്, പുഴുക്കളുണ്ടെന്ന് തോന്നണേ, ഈച്ച പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു കേൾക്കണത്, കർത്താവേ നാളെ ചെല്ലുമ്പോൾ ആ രോഗി അവിടെ ഉണ്ടാകണേ. എന്തിനാണ്? ഇവർ ബെറ്റാഡിനെടുത്ത് കുറച്ച് ഫസ്റ്റ് എയ്ഡൊക്കെ എടുത്തുകൊണ്ട് പോവുകയാണ്. അപ്പോൾ ബെറ്റാഡിനെടുത്ത് കഴിഞ്ഞപ്പോൾ അവർ ഡേറ്റ് നോക്കിയപ്പോൾ ബെറ്റാഡിൻ്റെ ഡേറ്റ് കഴിഞ്ഞു പോയി. അപ്പം അത് ഉപയോഗിക്കാൻ പറ്റുകയില്ല. അപ്പോൾ അവർ പറയണതേ ഈശോയ്ക്ക് ഉപയോഗിക്കണമല്ലേ, അപ്പം അത് ഡേറ്റ് കഴിഞ്ഞത് ഉപയോഗിക്കുന്നത് കള്ളത്തരമല്ലേ. അപ്പം ഞാൻ അവിടെ വെച്ചിട്ട് എനിക്ക് സങ്കടത്തോടെ ഞാൻ ചെന്ന് മറ്റു മരുന്നെടുത്തുകൊണ്ട്, അപ്പം ഞാൻ ചെന്ന് അങ്ങേരെ കണ്ടപ്പോഴേ അങ്ങേരുടെ ആ കഴുത്തുമോൽ ഇവിടം വരെ സാധാരണ ശരീരം പോലെ പുറത്തിരിക്കണമെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ.
അതാണ് സംഭവം. ഈശോ അവരുടെ മനസ്സാക്ഷി കണ്ട് കർത്താവ് അവരെ, ആ മനുഷ്യനെ സുഖപ്പെടുത്തി. അയാൾ ഓടി വന്നിട്ടും പറഞ്ഞ് എനിക്ക് 2 പൊതി തരണം, ഒരാൾക്ക് കൂടി കൊടുക്കാനുണ്ടെന്ന്. മക്കളെ, ഇതാണ് ഉടമ്പടിയുടെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത്. നിങ്ങൾ ഈശോനെ കാണണം അതിൻ്റെ അകത്ത്. അല്ലാതെ ഇതൊരു ഫങ്ഷൻ പോലെ കണ്ടാൽ ഇത് വർക്കൗട്ട് ചെയ്യത്തില്ല. കാര്യം ഇതിൻ്റെ ഞാനൊരു കാര്യം നിങ്ങൾ പറയട്ടെ. ഇപ്പോൾ ഈ കാനങ്കാരി അവസാനം എങ്ങനെ അവസാനം, യുവർ ഫെയ്ത്ത് ഈസ് ഗ്രേറ്റ്, നിൻ്റെ വലിയ വിശ്വാസമാണെന്ന് പറഞ്ഞ് കർത്താവ് അവളുടെ വിശ്വാസത്തെ അംഗീകരിച്ച് പറഞ്ഞ് അവൾ അനുഗ്രഹിക്കുകയും ചെയ്തു.